നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ബ്രഹ്മദാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിനെ പറ്റിയും ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ വെരിഫിക്കേഷൻ മെത്തേഡുകളെ പറ്റിയും ഗൂഗിൾ സെർച്ച് കൺസോൾ വഴി ഒരു വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്ത് SEO മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കുള്ള കുറേ ഗുണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ദയവ് ചെയ്ത് ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. കുറച്ച് നാളായിട്ട് SEOയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇന്നിതാ ഗൂഗിൾ സെർച്ച് കൺസോളിനെ പറ്റിയുള്ള വീഡിയോ ആണ്. എന്താണ് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൂഗിൾ SEO ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റിസോഴ്സാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. ഇതിൻ്റെ പഴയ പേര് ഗൂഗിൾ വെബ്മാസ്റ്റർ ടൂൾസ് എന്നാണ്. ഗൂഗിൾ സെർച്ച് കൺസോൾ വഴി വെരിഫൈ ചെയ്ത് നമ്മൾ SEO ചെയ്യുമ്പോൾ, ഓണർഷിപ്പ് വെരിഫൈ ചെയ്ത് SEO ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ ഫുള്ളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ വിസിബിലിറ്റി, ഒരു പർട്ടിക്കുലർ കൺട്രി, ആ രീതിയിലൊക്കെ നമുക്ക് വിസിബിലിറ്റി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗൂഗിളിന് കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് ബ്രൗസർ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസോ ഡിവൈസ് കമ്പാറ്റബിലിറ്റി ഇഷ്യൂസോ, മൊബൈലിലേക്ക് കൃത്യമായിട്ട് ലോഡായില്ലെങ്കിലോ, വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് താമസം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ വെബ്സൈറ്റിനകത്തുള്ള ബ്രോക്കൺ ലിങ്ക്സ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലോ, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വഴി ഗൂഗിൾ വഴി അറിയാൻ പറ്റും എന്നുള്ളതാണ് ഒരു വസ്തുത. നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗൂഗിളിന് നമ്മളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പല കമ്മ്യൂണിക്കേഷനും നടക്കുന്നത് ഗൂഗിൾ സെർച്ച് കൺസോൾ വഴിയാണ്. അതുപോലെ ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ വെരിഫിക്കേഷൻ മെത്തേഡുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ വെരിഫിക്കേഷൻ മെത്തേഡുകളെ പറ്റി പറയുകയാണെങ്കിൽ, ഗൂഗിൾ 5 തരത്തിലുള്ള വെരിഫിക്കേഷൻ മെത്തേഡുകളാണ് ഒരു വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി തരുന്നത്. അതിൽ നമ്മൾ ഒരു HTML ഫയൽ, ഗൂഗിൾ തരുന്ന ഒരു HTML ഫയലിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പാനലിലേക്ക് അല്ലെങ്കിൽ കൺട്രോൾ പാനൽ ലോഗിൻ ചെയ്ത് അതിൻ്റെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ റൂട്ട് ഡയറക്ടറിയിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ HTML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡ് നമുക്ക് ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാൻ പറ്റും. ഗൂഗിൾ തരുന്ന ഒരു രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് HTML മെറ്റാടാഗ് മെത്തേഡാണ്. നമ്മളുടെ വെബ്സൈറ്റിനകത്തേക്ക് ഗൂഗിൾ തരുന്ന HTML മെറ്റാടാഗിനെ കോപ്പി ചെയ്ത് വെബ്സൈറ്റിൻ്റെ ഹെഡ് സെഷനകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് സക്സസ് ആയി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെത്തേഡ് ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാം. മൂന്നാമത്തെ മെത്തേഡ് ഗൂഗിൾ അനലിറ്റിക്സ് വഴിയുള്ള മെത്തേഡാണ്. നമ്മൾ വെബ്സൈറ്റിനകത്തേക്ക് വിസിറ്റൊക്കെ ട്രാക്ക് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ തന്നെ തരുന്ന വേറൊരു റിസോഴ്സാണ് ഗൂഗിൾ അനലിറ്റിക്സ്. നമ്മൾ വെബ്സൈറ്റിലേക്കൊക്കെ വിസിറ്റൊക്കെ വരുന്ന വിസിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു റിസോഴ്സാണ് ഗൂഗിളിൻ്റെ അനലിറ്റിക്സ്. ആ ഗൂഗിൾ അനലിറ്റിക്സ് നമ്മളെ വെബ്സൈറ്റിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ട്രാക്കിംഗ് കോഡ് നമ്മൾ വെബ്സൈറ്റിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ മെത്തേഡ് ഉപയോഗിച്ചും അതേ സെയിം Gmail ID ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗൂഗിൾ അക്കൗണ്ടിൽ തന്നെ നമുക്ക് സെർച്ച് കൺസോളിൽ വെരിഫിക്കേഷൻ സാധ്യമാണ്. ഇനി നാലാമത്തെ വെരിഫിക്കേഷൻ മെത്തേഡ് ടാഗ് മാനേജർ വഴിയുള്ള മെത്തേഡാണ്. നമ്മൾ വെബ്സൈറ്റിനകത്ത് വിവിധ തരത്തിലുള്ള ടാഗുകൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഗൂഗിൾ തരുന്ന വേറൊരു റിസോഴ്സാണ് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ഒരു ടൂൾ. ആ ടൂളിനകത്ത് നമ്മൾ ടാഗ് മാനേജറിൻ്റെ കോഡ് ഹെഡ് സെഷനകത്ത് ആഡ് ചെയ്യാനുള്ള കോഡും അതുപോലെ ബോഡി സെഷനകത്ത് ആഡ് ചെയ്യാനുള്ള കോഡും കൃത്യമായിട്ട് ആഡ് ചെയ്ത് ടാഗ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടാഗ് മാനേജർ ഉപയോഗിച്ചിരിക്കുന്ന Gmail ID ഉപയോഗിച്ചും നമുക്ക് വെബ്സൈറ്റിനെ ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള DNS ഡേറ്റ ആഡ് ചെയ്യുന്ന മെത്തേഡാണ്. നമ്മുടെ വെബ്സൈറ്റ് ഡൊമൈൻ എടുത്തിരിക്കുന്നത് ഏത് ഡൊമൈൻ നെയിം പ്രൊവൈഡറിൽ നിന്നാണോ, ഉദാഹരണത്തിന് GoDaddy നിന്നാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ ബുക്ക് ചെയ്തേക്കുന്ന ഡൊമൈൻ പ്രൊവൈഡറിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് അതിനകത്ത് DNS ഡേറ്റ ആഡ് ചെയ്തുകൊണ്ട്, ഗൂഗിൾ തരുന്ന DNS ഡേറ്റ അതിനകത്തേക്ക് റെക്കോർഡ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ 5 മെത്തേഡുകളാണ് ഗൂഗിൾ സെർച്ച് കൺസോളിൽ ഒരു വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. ഇനി ഗൂഗിൾ സെർച്ച് കൺസോളിനെ പറ്റി ഈ വീഡിയോയ്ക്കകത്ത് പറയുന്ന പല സംഗതികളും, ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും, ഇനി എങ്ങനെയാണ് ഒരു വെരിഫിക്കേഷൻ സാധ്യമാകുന്നതെന്ന് പ്രാക്ടിക്കലി മനസ്സിലാക്കാനും താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് കൃത്യമായിട്ട് ഒരു സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്ന അല്പം ലെങ്ത് കൂടിയ ഒരു വീഡിയോ ആൾറെഡി ഞാൻ വീഡിയോ എൻ്റെ ചാനലിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഈ നമ്മളെ ചാനലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ മുകളിൽ നമ്മൾക്ക് ഒരു കാർഡായിട്ട് ഞാൻ ആഡ് ചെയ്യാം. സെയിം വീഡിയോയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്തും ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ട് ക്ഷമയോടെ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള ഒരു മുഖവിര വീഡിയോകൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ വെരിഫിക്കേഷൻ മെത്തേഡുകൾ 5 ഉണ്ടെന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ ഉപയോഗിക്കുന്നുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ
നമ്മളുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗൂഗിളിന് നടക്കും. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ പറ്റിയുള്ള ഡിഫക്ട്സ് പോരായ്മകളൊക്കെ ഗൂഗിളിന് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ളത് നമ്മുടെ സെർച്ച് കൺസോൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണമാണ്. അതുപോലെ തന്നെ നമ്മളെ വെബ്സൈറ്റ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കൺട്രി ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോളിനകത്ത് തന്നെ ഇന്റർനാഷണൽ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നമുക്ക് ആ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ചെയ്യുന്ന കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഉദാഹരണത്തിന് ദുബായിൽ മാത്രം വിസിബിലിറ്റി ആഗ്രഹിക്കുന്ന ഒരു വെബ്സൈറ്റിന്റെ SEO നമ്മൾ ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിന്റെ സെർച്ച് കൺസോളിനകത്ത് ഓണർഷിപ്പ് വെരിഫൈ ചെയ്തതിന് ശേഷം ഈ 5 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഓണർഷിപ്പ് വെരിഫൈ ചെയ്തതിന് ശേഷം സെർച്ച് കൺസോളിനകത്ത് പോയി നമുക്ക് ലെഗസി ടൂൾസിനകത്ത് നമുക്ക് ഇന്റർനാഷണൽ ടാർഗറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് അവിടെ കൺട്രി സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൺട്രി സെലക്ട് ചെയ്ത് സേവ് കൊടുക്കാം. ടിക്ക് കൊടുത്തതിന് ശേഷം സേവ് സെലക്ട് ചെയ്യാം. ഇതുപോലെയുള്ള പ്രോസസ്സ് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽഡ് ക്ലാസ് എടുക്കുന്ന വീഡിയോയ്ക്കകത്തുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്തുള്ള വീഡിയോ ആയതുകൊണ്ട് കാണുന്ന ആൾക്കാർക്ക് സ്വന്തമായിട്ടൊരു ബ്ലോഗോ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ആ വീഡിയോ സഹായകരമാകും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ചാനലിനകത്ത് ഇപ്പം നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തായാലും വീഡിയോകൾ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകം നന്ദിയുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് SEO ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ടെക്നിക്കലി മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറേ വീഡിയോസാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ മെത്തേഡുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കാർഡിനകത്തും ചേർത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഐ എം ബ്രഹ്മദാസ് സൈനിങ് ഓഫ്. ബൈ ബൈ.